ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ജോബ് ടൈറ്റിൽ മെൻഷൻ ചെയ്യുന്ന കാര്യം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റെസ്യൂമെയിൽ മെൻഷൻ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളൊരു മാസ്റ്റർ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഏത് ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ചെറിയ എഡിറ്റ്സ് ഒക്കെ കൊടുത്ത് ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് അതിന് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് ടൈറ്റിൽസിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു, അതിൽ ടൈറ്റിൽ കൊടുത്തേക്കുന്ന പേറോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളൊരു ടൈറ്റിലാണ്. ആ ഒരു കമ്പനി നോക്കുന്നത് പേറോൾ അഡ്മിനിസ്ട്രേറ്ററെയാണ്. പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസ് വുഡ് ബി ഇൻ ടു HR, അല്ലെങ്കിൽ HR എക്സിക്യൂട്ടീവ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ HR ആയിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ പേറോൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകാം പഴയ എക്സ്പീരിയൻസിൽ. അപ്പോൾ റെസ്യൂമെയിൽ ജോബ് ടൈറ്റിൽ വെക്കുമ്പോൾ പേറോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വെക്കാം പഴയ എക്സ്പീരിയൻസിൽ, അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജർ HR, അല്ലെങ്കിൽ ഏത് റോളിലാണോ നിങ്ങളിരുന്നത് HR എക്സിക്യൂട്ടീവ് ആയിരിക്കാം, അത് വെക്കുക. പക്ഷേ ആ ജോബ് എക്സ്പീരിയൻസ് വെക്കുന്നതിൻ്റെ താഴെ ഒരു 1 ലൈൻ ആഡ് ചെയ്യുക, കീവേഡ് സ്പെസിഫിക് ആയിട്ട്. അതായത് പേറോൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ പേറോൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് ക്യാപ്ചർ ആവുന്ന രീതിയിൽ ഒരു കീവേഡ് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടെക്സ്റ്റ് വൈസ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ടു ഗോ ത്രൂ ദി ATS. കാരണം ചില കമ്പനിയിൽ ജോബ് റോൾസ് വുഡ് ബി സിമിലർ, പക്ഷേ ടൈറ്റിൽസ് ഡിഫറെൻ്റ് ആയിരിക്കാം.